Actually, jumpsuit ആണ് ഇത്. One side tube, one side upper shoulder. Woolen trench coat വരുന്നത്. This is actually Sabyasachi from Kolkata, Mukherjee. Sabyasachi Mukherjee. ജീൻസിലെല്ലാം ഇമ്പോർട്ടൻസ് ലെഗ്സിന്റെ സാറയുടെ ഒക്കെ പാറ്റേൺസ് ഒരു റെഡ് കാർപ്പറ്റ് ഫീൽ വരും ഷുവർ ആയിട്ടും 250 290 ഒക്കെ പ്രൈസ് വരുന്ന സെയിം കാറ്റഗറി. ഇത് ആക്ച്വലി പക്ക റാം പാറ്റേൺ ആണ്. ബാഗി കോൺസെപ്റ്റ്, 5 സ്ലീവ്, ഡ്രോപ്പ് ഷോൾഡർ, ക്രോപ്പ്. ഇതൊക്കെ ക്രിസ്ത്യൻ ഡിയോറിന്റെ ലിമിറ്റഡ് എഡിഷൻസ് ആണ് ആക്ച്വലി. ഇത് ബർബറി വേഴ്സാച്ചി കോംബോ പ്രിന്റ് വരുന്ന മെഷില് ക്രോപ്പ് ടോപ്പ് ഫുൾ മെഷ്. ഇതൊക്കെ നമുക്ക് സിംഗിൾ ആയിട്ട് കിട്ടുന്ന ഐറ്റംസ് ആണ്. കോഡ്രോയിൽ വരുന്ന ബാഗി ഷർട്ട്, ലൂയി വുട്ടോൺ തന്നെ. ദിസ് ഇസ് ഓൾസോ ലിമിറ്റഡ് എഡിഷൻ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. TV സ്ക്രീനിൽ കാണുന്ന പോലെ അടിപൊളി ഔട്ട്ഫിറ്റ്സ് വേണോ അതും വെസ്റ്റേൺ വെയറിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക്സിൽ നല്ല നല്ല കോസ്റ്റ്യൂംസ്. അത് എവിടെയാണ് കിട്ടുന്നത് അറിയോ? നമ്മുടെ എറണാകുളത്ത് കോൺവെന്റ് മാർക്കറ്റ് റോഡിൽ കേട്ടോ. ആകെ ഒരു പാർക്കിംഗ് കിട്ടുന്ന ഒരു മോളാണ് ഇത്, TKM പാർക്ക് മോൾ. ഇത് ഫുൾ നമുക്ക് വുമൻസിൻ്റെ ഒരു ലോകം എന്ന് പറയില്ലേ, പെണ്ണുങ്ങളുടെ ഒരു ലോകത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒക്കെ നമുക്ക് റീറ്റെയിൽ ആണ്, എല്ലാം ഷോപ്പ് റീറ്റെയിൽ ആണ്. ഇതിൽ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ഫുൾ വെസ്റ്റേൺ വെയറിൽ, അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബാഗ്സ് അതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടഡ് TV സ്ക്രീനിൽ കാണുന്ന പോലത്തെ അടിപൊളി ഐറ്റംസ് ഒക്കെ നമുക്ക് കാണണ്ടേ. എവിടേക്കാണ്? എറണാകുളത്തേക്ക് കോൺവെന്റ് റോഡിലാണ് കേട്ടോ. വരൂ. TKM പാർക്ക് എന്ന് പറയുന്നത് ഫുൾ റീറ്റെയിൽ ഷോപ്പാണ് കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. നമുക്ക് പോകേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലേക്ക്. പോസ് എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് വരുന്നത്. ആ പോസ് പോലെ തന്നെ മൊത്തം പോസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ദേ വീട് തന്നെ പിടിച്ചോ, ഞാൻ പോവാണ് പോസിലേക്ക്. എക്സലേറ്റർ ത്രൂ വരാം, അതുപോലെ തന്നെ ലിഫ്റ്റും വരുന്നുണ്ട്. അപ്പോൾ എക്സലേറ്ററിൽ കയറിയ വശം തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ പോസായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ട്. ഹായ്. അപ്പം മൈക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് കയറാം. മൈക്കാണ് നമുക്ക് മെയിൻ, അല്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ പോസ് പോലെ തന്നെ നമുക്ക് പോസായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ അടിപൊളി TV സ്ക്രീനിലൊക്കെ കാണുന്ന പോലത്തെ ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ബാഗ്സും ഇമ്പോർട്ടൻസ് ബാഗ്സും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി മാസ്റ്റർ റെപ്ലിക്ക പ്രോഡക്ട്സാ എല്ലാ ബ്രാൻഡിന്റെയും. ഈവൻ ക്രിസ്ത്യൻ ഡിയോർസ് ഉണ്ട്, ലൂയി വിട്ടോൺ ഉണ്ട്, മൈക്കിൾ കോസ് ഉണ്ട്. ഓടിപ്പിച്ച് കണ്ടിട്ട് നമുക്ക് കാണാം. ഒന്നുകൂടി ഡീറ്റെയിൽസ് അറിയാം. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഏറ്റവും സെപ്പറേറ്റ് ഒരു കൗണ്ടർ തന്നെ ബാഗ്സിന്റെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് എല്ലാ ബ്രാൻഡ്സിന്റെ ആക്ച്വലി എല്ലാ ബ്രാൻഡിന്റെയും മാസ്റ്റർ റെപ്ലിക്ക ഫ്രം ദുബായ് ഇമ്പോർട്ടിംഗ് ആണ്. നമ്മൾ ആക്ച്വലി ഇന്ത്യൻ ബ്രാൻഡ് ആയിട്ടുള്ള സബ്യസാച്ചി വെക്കുന്നുണ്ട്. ഇമ്പോർട്ടൻസിൽ ഗെസ് ഉണ്ട്, മൈക്കിൾ കോസ് ഉണ്ട്, ലൂയി വിട്ടോൺ ഉണ്ട്, ബർബറി ഉണ്ട്, അമേരി ഉണ്ട്, ഗിവഞ്ചി ഉണ്ട്, എക്സെട്ര അങ്ങനെ എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിനും റെപ്ലിക്ക ബാഗ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. സ്പെക്സ് അവൈലബിൾ ആണ്. സെയിം നമ്മൾ ഇയേഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ആക്ച്വലി ഇതിപ്പം 10 വർഷം കഴിഞ്ഞു. 10 വർഷം. അപ്പോൾ ഇത് എന്തായാലും ഏകദേശം മാച്ചിങ്. ആക്ച്വലി ഇത് നമ്മൾ ഈ സ്ക്രീൻ പർപ്പസ്, നമ്മൾ സെലിബ്രിറ്റി പർപ്പസ് ആണ്. ഈ ഷോസിനൊക്കെ കൂടുതലും ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്, ബാഗ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇമ്പോർട്ടഡ് ഡ്രസ്സും ഒബിയസ്ലി നമ്മൾ കൊറിയൻ പർച്ചേസ് ഡയറക്റ്റ് കൊറിയൻ തായ്ലൻഡ് പർച്ചേസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഔട്ട്ഫിറ്റ്സ് അതും സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്കും ആ ഒരു ഡ്രസ്സ് ഫീൽ ചെയ്യേണ്ട. അത് റീറ്റെയിലാണ്, നമുക്ക് ഓരോ പീസ് വെച്ചിട്ട് മേടിക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അഡ്രസ്സ് പറയുകയാണെങ്കിൽ അഡ്രസ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും നമുക്ക് ഈ ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെയാണ് ഏതാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഞാൻ ഒരു സെലിബ്രിറ്റി ആയിട്ട് ഞാനും പോട്ടെ. അപ്പോൾ ഇവിടെ വെറൈറ്റി എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വാതിലൊന്ന് അടയ്ക്കാം. ഈ ബാഗ് തൽക്കാലം ഇനി ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ പഴയ ഒരു ലുക്കിലേക്ക് വരാം, പഴയ ഷെൽമിലേക്ക് വരാം. അപ്പോൾ എന്താണ് ഇവിടുത്തെ വെറൈറ്റി എന്താ? ഒരു ഷോപ്പിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു പോസ് ലുക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മൊത്തം വെസ്റ്റേൺ വെയർ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു കോസ്റ്റ്യൂം ഇവരുടെ തന്നെയാണ് കേട്ടോ. ഇതിനെ കുറിച്ച് എന്താ പറയണേ? ആക്ച്വലി ഇത് ലോങ് ഗൗൺ ആണ്, പഫ് സ്ലീവ് ആയിട്ടുള്ള ലോങ് ഗൗൺ ആണ്. ഫ്ലോറൽ നല്ലൊരു പാറ്റേൺ. ആക്ച്വലി സൈസിലൊന്നും വലിയ ഇഷ്യൂസ് വരുന്നില്ല. ഇനിയിപ്പം തിന്നുള്ള ആളും ഇച്ചിരി വണ്ണുള്ള ആളിട്ടാലും സെയിം ലൈക്ക് സെയിം ഈ ഒരു അതിൻ്റെ ഒരു ലൂസി ഡ്രസ്സാണ്. ആക്ച്വലി ബാഗി ഡ്രസ്സാണ്. പിന്നെ അതിനേലും ഉപരി കംഫർട്ടബിൾ അതും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. നമ്മൾ ആക്ച്വലി കൂടുതലും നമ്മൾ ഷോർട്ട് കാറ്റഗറിയാണ് കീപ്പ് ചെയ്യുന്നത്. ഷോർട്ട് ടോപ്സ് ആണ് ഈ വെസ്റ്റേൺ, ഓൺലി വെസ്റ്റേൺസ്, ഇൻഡോ വെസ്റ്റേൺസ് അല്ല, പക്ക ഓൺലി വെസ്റ്റേൺസ്. ആക്ച്വലി കൊറിയൻ പർച്ചേസ് ഉണ്ട്, തായ്ലൻഡ് പർച്ചേസ് ഉണ്ട്. നമ്മൾ മെയിൻ കോൺസെപ്റ്റ് ചെയ്യുന്ന എല്ലാം ഇമ്പോർട്ടഡ്സ് ആണ്. ഇന്ത്യൻ പാറ്റേൺസും വെക്കുന്നുണ്ട്, പക്ഷെ അതൊരു 20-30% ഇന്ത്യൻസ്, ബാക്കി എല്ലാം 70 എല്ലാം ഇമ്പോർട്ടഡ്സ് ആണ്. ബാഗ്സിലാണെങ്കിലും ഡ്രസ്സസ് ആണെങ്കിലും ടോപ്സ് ആണെങ്കിലും എവറിത്തിങ്. കൂടുതൽ ഇങ്ങനെ പക്ക വെസ്റ്റേണിലേക്ക് പോകണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ ഈ രീതിയിലുള്ള കോൺസെപ്റ്റ് ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള. ഇപ്പോൾ എനിക്കെന്നൊക്കെ പറയുമ്പോൾ ഈ രീതിയിൽ ഇത്തിരി അൺകംഫർട്ടബിൾ ആണ്, അങ്ങനത്തെ ഒന്നും വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒക്കെ ഇങ്ങനെ ഗൗൺ ടൈപ്പ് ആയിട്ടുള്ള ഫുൾ അങ്ങനത്തെ വെസ്റ്റേണിലും വരുന്നുണ്ട്. ഡ്രസ്സാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഏത് ഏജ് ഏത് കാറ്റഗറി ആയാലും ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്കൊരു 90% എൻക്വയറി ഉള്ളത് വെസ്റ്റേൺസിനാണ്. കൂടുതലും ഈ ഷോ പർപ്പസ്, സ്ക്രീൻ പർപ്പസ് ആണ്. ഇപ്പോൾ ഷോ സ്റ്റോപ്പർ ആയിട്ടോ ഓൺ റാമ്പ് ആയിട്ടോ സംതിങ്, ഇപ്പം ഫോട്ടോഷൂട്ട്സിന് വേണ്ടിയോ
ലൈക്ക് ആക്ട്രസിന്റെ ആ ഒരു പർപ്പസിനോ നമ്മൾ കൊളാബും ചെയ്യുന്നുണ്ട് ആക്ച്വലി കോസ്റ്റ്യൂം കോട്ടസി നമ്മൾ ചെയ്യുന്നുണ്ട്, വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കാറ്റഗറി, ആ ഒരു പർപ്പസ് ഐറ്റംസ് ആയിരിക്കും കൂടുതലും, കുറച്ച് എക്സ്പോസിങ് ആയിരിക്കും, യുനോ വെസ്റ്റേൺസ് ആണ് അതിന്റെ ഭംഗി അതാണ്. അങ്ങനെയുള്ള പാറ്റേൺസ് ആയിരിക്കും 90%. അല്ലാത്തതും അവൈലബിൾ ആണ്. 10 വർഷം കഴിഞ്ഞു, ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു, റണ്ണിങ് ആണ്. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ വയസ്സായിട്ടുണ്ടാവും, ഈ കട എന്തായാലും ഉണ്ടാവട്ടെ. അതിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമ്മുടെ ഫസ്റ്റ് കളക്ഷൻസ് വെച്ച് തുടങ്ങാം. പിന്നെ ഇവിടെ ഒരു തൊപ്പിട്ട ആളുണ്ട്. ഹായ്, ഒന്നും പറഞ്ഞില്ലല്ലോ വിശേഷം. ഇവിടെ ഇത് ആക്ച്വലി നമ്മുടെ സഞ്ചിത സഹചാരി എന്നൊക്കെ പറയാം. കൂടെ പണ്ട് തൊട്ടേ ആ ഷോപ്പിന്റെ സ്റ്റാർട്ടിങ് കാലം തൊട്ടേ നമ്മൾ കൂടെയുള്ള, എൻ്റെ ഫാമിലിയാണ്, എൻ്റെ കസിനാണ്, കൂടെയുള്ള ആളാണ്. നമ്മളെല്ലാത്തിനും ഇവിടുത്തെ എല്ലാ ഓളിനോളും പുള്ളിയാണ്. ആക്ച്വലി നമ്മൾ വേറൊരു ബ്രാഞ്ചും കൂടി ഉണ്ട്, കാലിക്കറ്റ്. സോ പർച്ചേസും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ബിസി ഉണ്ടെങ്കിലും പുള്ളി ഫുൾ ടൈം ഇവിടെ ഓൺ ആയിരിക്കും. ഫുൾ ടൈം നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി പുള്ളി ഇവിടെ ഓൺ ആണ്. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങൾ നമുക്ക് ഏത് ഔട്ട്ഫിറ്റിൽ ഏത് ചേരുന്നുള്ളത് ചേരണ്ടെന്നുള്ളത് അതൊക്കെ പുള്ളി ഉഷാറാണ്. നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ എങ്ങനെ വേണം ഏത് വേണം എല്ലാം പറഞ്ഞു കൊടുക്കും. പേര് റാഫി. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ ഷോ കാണായിരുന്നിട്ട് ഞങ്ങൾ ഇവിടെ തുടങ്ങട്ടെ, ഷോ മസ്റ്റ് ഗോ. അപ്പൊ തുടങ്ങാം. നമുക്ക് എവിടെന്നാ പഠിക്കണ്ടേ? ഫസ്റ്റ് ഇവിടുന്നാണ് ടോപ്സ് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പൊ ടോപ്സ് പറയൂ. ജസ്റ്റ് ഈ അറ്റത്ത് തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ക്രോപ്പ് ഷർട്ട്സ് ആ കംപ്ലീറ്റ്. ഇത് ആക്ച്വലി ഇന്ത്യൻ വെയർസ് ആണ്, ഇതിൽ മിക്സ്ഡ് ആണ്. ഇന്ത്യൻ വെയർസ് ഈ ക്രോപ്പ് ഷർട്ട്സിൽ ഇപ്പൊ ഇവിടെ വെച്ചിട്ടുള്ള കാറ്റഗറി. ഇതൊക്കെ നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഡയറക്റ്റ് ഇവിടെ വന്നെടുക്കണം അല്ലേ? ഓൺലൈൻ ഇല്ലല്ലോ? ഉണ്ട്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. നമ്മൾ ഇൻസ്റ്റാ ബേസ്ഡ് ചെയ്യുന്നുണ്ട്. ഡോർ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് സാധനം വിത്തിൻ 2-3 വർക്കിംഗ് ഡേയ്സ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. അപ്പോൾ പിന്നെ അതിനും സൊല്യൂഷൻ ക്രോപ്പ് ഷർട്ട്സിൽ വരുന്ന കാറ്റഗറി ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡി ഐറ്റംസ് ആയിട്ടുള്ളത് അല്ലേ? പിന്നെ സ്റ്റാർട്ടിംഗ് റേറ്റ് അങ്ങനെ നമ്മൾ ആക്ച്വലി ഇന്ത്യൻ പ്രോഡക്റ്റ് ഒക്കെ ഐ തിങ്ക് 250-290 സ്റ്റാർട്ടിംഗിൽ വരുന്നുണ്ട്. തൊട്ട് മേളിലോട്ട് ഇമ്പോർട്ടഡ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒബ്വിയസ്ലി ഫാബ്രിക് അതായിരിക്കും, അതിന്റെ ക്വാളിറ്റി അതായിരിക്കും. പ്രത്യേകത എന്തെന്ന് വെച്ചാൽ യൂണിഫോം ആവത്തില്ല ഇമ്പോർട്ടഡ്സ്. നിങ്ങളിപ്പോൾ ഒരു 10 ഷോപ്പിൽ കയറുവാണെങ്കിൽ ഇന്ത്യൻ പ്രോഡക്ട്സ് 10 ഷോപ്പിൽ ഡിസ്പ്ലേ കിട്ടും. ഒരു കല്യാണത്തിന് കൂടി കഴിഞ്ഞാൽ അവിടെ ഒരു 5-6 ആൾക്കാരെങ്കിലും ആ സെയിം ഇതിന്റെ കളർ ചേഞ്ച് ഇട്ടിട്ടുണ്ടാവും. ഇമ്പോർട്ടഡ്സും ബദാം അങ്ങനെയല്ല, റെയർ ആണ്. കളേഴ്സ് ആണ് ഇമ്പോർട്ടഡ്സിൽ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ 1-2 കളേഴ്സ് നമ്മൾ കീപ്പ് ആകത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. നോ റിപ്പീറ്റേഷൻ, നോ ക്വാണ്ടിറ്റി, നോ കളേഴ്സ്. ഓരോ ആഴ്ചയിലും ഓരോ വീക്കിലും മാറിക്കൊണ്ടിരിക്കും. ഫാഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഇവിടുത്തെ കളക്ഷൻ 2 വീക്സിൽ നമ്മൾ എല്ലാ 2 വീക്സിലും നമ്മൾ അപ്ഡേഷൻ ഉണ്ട്, പർച്ചേസ് ഉണ്ട് എവറി 2 വീക്സ്. ഓക്കെ, അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള കുറെ പാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ നമുക്ക് ക്രോപ്പ് ടോപ്പ് ആണ് ഇപ്പൊ കാണുന്നത് മൊത്തം. ഇനിയിപ്പോ റീറ്റെയിൽ ആണ് ചോദിച്ചാൽ എന്താ പ്രൈസ് പറയത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രൈസിലും അവൈലബിൾ ആണ്. എല്ലാം പ്രൈസ് അവൈലബിൾ ആണ് തന്നെ അല്ല. നമുക്കിപ്പോ ഇതെന്ന് പറയുമ്പോൾ റിപ്പീറ്റേഷൻ വരില്ല. ഇതിപ്പോ ഒരാൾ സെയിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്തത് ഇത് കിട്ടില്ല. This is like 400, like 390, 490 approx. Indian product ആ. ഓക്കെ, ഇനി ഇതിൽ വരുമ്പോ ഇമ്പോർട്ടഡ്സ് ആ. ഇതൊക്കെ ഫാബ്രിക് കാണുമ്പോൾ തന്നെ ജസ്റ്റ് അവിടെ കീപ്പ് ചെയ്തോളൂ. ഓക്കെ. ഫൈബ്രിക്സിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ആ ഒരു ലുക്കും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത്. അതും നമുക്കറിയാം. ടാൻ ടോപ്പ് വരുന്നുണ്ട്, ക്രോപ്പ് ടോപ്പ് വരുന്നുണ്ട്. വാവ്, സൂപ്പർ. കുറെ ടീനേജേഴ്സിനൊക്കെ പിന്നെ ഒന്നുകൂടി എളുപ്പത്തിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കോളേജ് പിള്ളേർക്കൊക്കെ ഏറ്റവും പിന്നെ കോളേജ് ഇവിടെ തൊട്ടടുത്തുണ്ട്. സെന്റ് ജോസഫ് എല്ലാവർക്കും അറിയാം. കോൺവെൻഷനിൽ ആക്ച്വലി നമ്മുടെ ബേസ് തന്നെ സെന്റ് ജോസഫ് ആണ്. കോൺവെൻഷൻ എന്ന് പറഞ്ഞ വുമൻസ് മാർക്കറ്റാണ്. ദാറ്റ്സ് മീൻസ് വുമൻസ് കോളേജ് ആയതുകൊണ്ട് വുമൻസ് മാർക്കറ്റ്, ഓൺലി വുമൻസ്. എറണാകുളത്തിലെ ഒരേ ഒരു വുമൻസ് മാർക്കറ്റ്, വുമൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരേ ഒരു മാർക്കറ്റ്. ഈ ഒരു മോളിൽ തന്നെ മൊത്തം വുമൻസിന്റെ, അതും കോൺവെൻഷനിൽ കൂടുതലും സെലിബ്രിറ്റീസിന്റെ ഒരു ഏരിയ ആണ് കൂടുതലും. നമുക്ക് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടും കോസ്റ്റ്യൂം ഡിസൈൻസ് ആയിട്ടും മേക്കപ്പിന്റെ ഒരു. അപ്പൊ ഇതില് ഫുൾ വരുന്നത് വെസ്റ്റേൺ വെയറില് നമുക്ക് ശരിക്കും പറഞ്ഞാൽ TV സ്ക്രീനിൽ അല്ലെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യൂല നമുക്ക്. ആ ഒരു ഇതിലേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പോകും, ഒരു റെഡ് കാർപ്പറ്റ് ഫീൽ വരും ഷുവർ ആയിട്ടും. അപ്പൊ എക്സ്പോസ് ചെയ്യാത്ത രീതിയിലുള്ള ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നതും സെയിം എക്സ്പോസ് ചെയ്യാത്ത വിധം. എക്സ്പോസ് ചെയ്യണമെങ്കിൽ ആ രീതിയിലുള്ളത് ആക്ച്വലി ബാക്ക് ആൻഡ് ഫ്രണ്ട് പ്രിന്റ് ആ വരുന്നത്, ഡബിൾ സൈഡ് പ്രിന്റ്. പിന്നെ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതാ ഒന്ന് സൂം ചെയ്ത് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത്. ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് കേട്ടോ മൊത്തം വരുന്നത്. ഇതിൽ കുറച്ച് ക്രോപ്പ് ടോപ്പിൽ സ്റ്റോൺസ്, സെറോസ്കി വരുന്ന സ്റ്റോൺസ്, ആ ഒരു കോൺസെപ്റ്റ്. അതിൽ പഫ് ആയിട്ടാണ് സ്ലീവ് വരുന്നത്, ചെറുതായിട്ടൊരു ഡിഫറെന്റ് ലുക്ക്.
അടിപൊളിയിലെ ഒക്കെ വെറൈറ്റി കളക്ഷൻസ് ആണ്. ഇതിൽ സൈസസ് ഒക്കെ എങ്ങനെയാണ്? ആക്ച്വലി എല്ലാം ഫ്രീ സൈസാണ്. ഇപ്പം വരുന്ന വെസ്റ്റേൺസ് എല്ലാം ബാഗിയാണ്. ഷോൾഡർ ഒക്കെ ഡ്രോപ്പ് ആയിട്ട് ലേസി ലൂസി ആയിട്ട്. അത് ആക്ച്വലി കൊറിയൻ ഫാബ്രിക്, കൊറിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ ലൂസി ലേസി പാറ്റേൺസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ എക്സ്ട്രാ സ്മോൾ തൊട്ട് XXL ആണെങ്കിലും പീസ് കൂളായിട്ട് പൊക്കോളും. അതിൽ ഭയങ്കര കംഫർട്ടാണ്. കാരണം വെസ്റ്റേൺസ് ആണ്, കവേർഡ് ആയിരിക്കും, ലൂസി ആയിരിക്കും, സ്ട്രെച്ചർ ഒന്നും കാണാതെ ഭയങ്കര ബാഗി ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ട്രെൻഡും ബാഗിയാണ്. ദാറ്റ്സ് വൈ ഇവൻ XXL ആണെങ്കിലും അത് കയറി പൊക്കോളും. ഇത് 2 പീസ് ആണോ? അത് ആക്ച്വലി അറ്റാച്ച്ഡ് ആണ് വിത്ത് ഇത് അറ്റാച്ച്ഡ് ബ്ലേസർ വിത്ത് ടാൻ ടോപ്പ്. ഓക്കെ 2 പീസ് അറ്റാച്ച്ഡ് ആണ് വരുന്നത് കേട്ടോ. അടിപൊളിയല്ലേ. അപ്പൊ ഇത് കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിക്കാം, സമയം കൂടുതലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എത്ര വേണേലും കളിച്ചു ഞങ്ങൾ കാണാൻ റെഡിയാണ്. ഇല്ലേ? റെഡിയല്ലേ കാണാൻ? അവർക്ക് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ്. മാത്രമല്ല എല്ലാ 2 വീക്സിലും അപ്ഡേഷൻ വന്നുകൊണ്ടേ ഉണ്ടാവും. ഇത് ശരിക്കും ഒന്നുകൂടി അഡ്രസ് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആക്ച്വലി കോൺവെന്റ് ജംഗ്ഷനിൽ സെന്റ് തെരേസസിന്റെ കോളേജിന്റെ അടുത്തായിട്ട് TKM പാർക്ക്, ഈ ഒരു ചെറിയൊരു ഷോപ്പിംഗ് മാളാണ്. ഈ ഗുഡ്വിൽ കളക്ഷൻസ്, കൊല്ലം സുപ്രീം ഒക്കെ അത്യാവശ്യം വലുപ്പമുണ്ട്. നമുക്ക് ഇതിവിടെ എല്ലാ ഐറ്റംസും കിട്ടും. ഇപ്പൊ ഈ ഒരു മോഡലിലേക്ക് വരാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് വെസ്റ്റേണിന്റെ ഒരു കളക്ഷൻ നിങ്ങളുടെ ഈ ബിൽഡിംഗിൽ ഒറ്റൊരു ഷോപ്പ് മാത്രമേ ഉള്ളൂ. നമ്മളെ ഗുഡ്വിൽ കളക്ഷൻസിന്റെ ഒക്കെ അടുത്തായിട്ട് അതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളൊരു 10 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. എല്ലാ ഓപ്ഷൻസും ഓർണമെന്റ്സ് വേണമെന്ന് വെച്ചാൽ താഴത്തുണ്ട്. അതുപോലെ കോസ്മെറ്റിക്സ് വേണമെന്ന് വെച്ചാൽ അതുണ്ട്. വുമൻസിന് വേണ്ട എല്ലാം ഇവിടെ ഉണ്ട്. ബ്യൂട്ടി പാർലേഴ്സ് ഉണ്ട്, ബ്യൂട്ടി പാർലർ, അങ്ങനെ എല്ലാ സലൂൺസ് ഉണ്ട്. ഒരു വുമണിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതായിരിക്കും ഈ ഒരു മോഡല്. അപ്പൊ എല്ലാം ചോയ്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ കളർ ചേഞ്ചസ് അതൊക്കെ കൊറിയൻ പാറ്റേണിൽ വരുന്നത് അല്ലേ? എന്നാൽ കുറച്ച് എന്താ പറയാ, നമുക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ട് ഫീൽ ചെയ്യേണ്ട, നമുക്ക് കുറച്ച് ലെങ്ത് വേണം. ആ ഒരു മോഡൽ ബാഗി പാച്ച് വർക്ക് വരുന്ന ബാഗി ഡ്രോപ്പ് ഷോൾഡർ വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. കുറച്ച് ഡിഫറെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ലുക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ കുറച്ച് വെറൈറ്റിയും കൂടിയാണ്. ബാഗി ഷർട്ട് പ്രിന്റ് ആയിട്ട് വരുന്നത്. ഇത് ജീൻസിന്റെ ഡെനിമിന്റെ ക്ലോത്ത് ആണ്. ഡെനിം ക്ലോത്ത്. ദിസ് ഈസ് ഇമ്പോർട്ടഡ് ജാക്കറ്റിൽ വരുന്നത് കൊറിയൻ പാറ്റേൺ ആണ്. ഇത് നിങ്ങൾ തന്നെ എടുത്ത് കാണിച്ചു. അതാ നല്ലത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. ആ ഫാബ്രിക് ആക്ച്വലി കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് വൂളൻ ഫാബ്രിക്സ് ആണ്. ലൈക്ക് ഇതുപോലത്തെ ടൈപ്പ് വൂളൻ ഫാബ്രിക്സ് ആയിരിക്കും, കുറച്ച് തിക്കും. കാരണം ഇമ്പോർട്ടൻസ് ആണ്, വിന്റർ പർപ്പസ് ആ കൂടുതലും വരുന്നത്. വിന്ററിന്റെ ആ ഒരു കോൺസെപ്റ്റ് അല്ലേ. അപ്പം തിക്കുള്ള കുറച്ച് മെറ്റീരിയൽ ആയി കൂടുതൽ ഇമ്പോർട്ടൻസ്. ഈ കോട്ടൺ ടൈപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ കിട്ടിയ. കോട്ടൺ ഒക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ട്രഡീഷണൽ കുറച്ച് ടേസ്റ്റ് മാറി. പിന്നെ അതില് വരുന്നത് അടിപൊളി കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഫൈബ്രിക്. ഇത് കാണുമ്പോൾ നമുക്ക് അറിയാം ആ ഒരു ഫൈബ്രിക്. അത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഫീൽ മനസ്സിലാവും. അടിപൊളിയായിരിക്കും അതിന്റെ ലുക്കും കാര്യങ്ങളും. നേരത്തെ പറഞ്ഞല്ലോ, ഇമ്പോർട്ടൻസ് ഇട്ട് കഴിയുമ്പോൾ തന്നെ റെയർ ആയിരിക്കും അതിന്റെ ഫിനിഷിങ്ങും അതിന്റെ കംഫർട്ടും. ഇത് ടോപ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്കുള്ള നമുക്ക് ടാൻ ടോപ്പ് അങ്ങനെ അവൈലബിൾ ആണ്. പുറത്തേക്ക് പോകണ്ട. ഒന്നിന്റെ ആവശ്യമില്ല. അല്ല, ഇപ്പൊ ടാൻ ടോപ്പ് തന്നെ ട്യൂബ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴത്ത് അതിന്റെ തന്നെ സ്റ്റോർ ഉണ്ട്. ബ്രാൻഡ് ഉണ്ട്, നോൺ ബ്രാൻഡ് ഉണ്ട്. ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. ഈ ബിൽഡിംഗിൽ എല്ലാം അവൈലബിൾ ആണ്. TKM പാർക്ക്. ഞാൻ ഈ ബിൽഡിംഗിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത്. പക്ഷെ വന്നോടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നോക്കുകയാണെങ്കിൽ ഇനി എന്താണ് വെറൈറ്റി ഉള്ളത്? ഒരുപാട് കളക്ഷൻസ്, വെറൈറ്റീസ് തന്നെയുള്ളൂ. അതാ ഓരോന്നോരോന്ന് ഇതൊക്കെ നമുക്ക് സിംഗിൾ ആയിട്ട് കിട്ടുന്ന ഐറ്റംസ് ആണ്. പിന്നെ എന്താ അതിന്റെ റേറ്റ് ഒക്കെ എക്സാക്ട് ഏകദേശം അപ്രോക്സ് 4, 5, 6 അപ്രോക്സ് ടാൻ ടോപ്സ് ഒക്കെ വരുമ്പം 400, 500, 600 ലൈക്ക് ഇങ്ങനത്തെ ഫുള്ളി ബാഗി ഈ ഒരു സ്വെറ്റർ, ഈ ഒരു ലൂസി ടോപ്സ് വരുമ്പം അപ്രോക്സ് ഒരു 900, 1200, 1300 അപ്രോക്സ് ആ ഒരു ഇമ്പോർട്ടഡ് ആ ഒരു ഫാബ്രിക്കിൽ വരുന്ന സെയിം പ്രൈസ്. ലാസ്റ്റ് എത്ര വരേക്ക് പോകും? ടോപ്സിൽ 2000 വരെ ടോപ്സിൽ. പിന്നെ ഡ്രസ്സസ്, ഗൗൺസ്, ഫ്രോക്ക് ഒക്കെ വരുമ്പം ഒരു 1200, 1400 to 335 എത്രയും കൂടുതൽ കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും 35 വരെയുള്ള കാറ്റഗറി വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ടോപ്സിൽ വരുന്ന കളക്ഷൻസ് ആണ്. ഇത് കൂടാണ്ട് ഇനി എന്താണ്? ബാഗി ഷർട്ട്. ഇപ്പൊ ആക്ച്വലി ഓവർ സൈസ് ഷർട്ട് ഭയങ്കര ട്രെൻഡ് ആ പോകുന്നത്. ഇതിപ്പോ കൂടുതൽ ബാഗി പാന്റ്സിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു ഷർട്ട് ഇതൊക്കെ ഇപ്പൊ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ എന്താണ് ട്രെൻഡ് അത് അല്ലാതെ ഇവിടെ കിട്ടൂല. അതെ. ഇതിലേക്ക് പാന്റ്സും അവൈലബിൾ ആണോ? ഇല്ല. ഇപ്പൊ ഇതിൽ കൂടുതലും ബാഗി പാന്റ്സ്, മോം ഫിറ്റ് പാന്റ്സ്, കൊറിയൻ പാന്റ്സ് ഒക്കെ ഇതിൽ സൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഒരു സെക്ഷൻ വൈസ് ആണ് വെച്ചിരിക്കുന്നത്. അതെ. ഷർട്ട്സിൽ കുറേ പാറ്റേൺസ്, ടോപ്സിൽ കുറേ പാറ്റേൺസ്. ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഇടയ്ക്കൊന്ന് മാറണമെന്നുണ്ട്, ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ദിസ് ഈസ് കോഡ്രോയ് ആക്ച്വലി. കോഡ്രോയിൽ വരുന്ന ബാഗി ഷർട്ട്.
അപ്പൊ ഇതിലേക്ക് ഉള്ള പാൻസ് ബാഗി പാൻസ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. റിബ്ഡ് ജീൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പ്ലെയിൻ മോം ഫിറ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ബെൽ ബോട്ടം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ആസ് യു വിഷ്. അതിന് എന്ത് കൊടുത്താൽ വെസ്റ്റേൺസിന് എന്ത് കൊടുത്തോ അതാണ് കോംബോ. ഓക്കെ, കോമ്പിനേഷൻ ഇല്ല, നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് കോംബോ. ഇത് നമ്മളിപ്പോ ഒരു സെക്ഷനിൽ കുറച്ച് കാണിച്ചിട്ടുള്ള അതില് ഇന്ത്യൻ വെയർ ഒരുപാടുണ്ട്. ഇതൊക്കെ ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ 250 ഒക്കെ 250 290 ഒക്കെ പ്രൈസ് വരുന്ന സെയിം കാറ്റഗറി ക്രോപ്പിലും ബാഗി പാറ്റേണിലൊക്കെ വരുന്ന ഡബിൾ സൈഡ് പ്രിന്റ് വരുന്ന ടീഷർട്ട്സാണ്. ലൈക്ക് 390 290 250 അപ്രോക്സ്, ലൈക്ക് ആ ഒരു പ്രൈസ്, ആ ഒരു റേഞ്ചിൽ വരും. പിന്നെ ഈ റേഞ്ച് തന്നെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല കേട്ടോ. കാരണം ഇത് നമ്മളിപ്പോ ഒരു 5 മാസം 6 മാസം കഴിയുമ്പോഴേക്കും ഇതിന്റെ പാറ്റേണുകൾ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. കാരണം ഇന്ത്യൻ വെയേഴ്സ് ആണ്. ഇന്ത്യൻ വെയേഴ്സ് നിങ്ങൾക്ക് എവിടെയും കിട്ടും. യാ, ദാറ്റ്സ് കോമൺ, ലൈക്ക് എ യൂണിഫോം. മറ്റേത് അങ്ങനെയല്ല, ഇമ്പോർട്ടഡ്സ് ആണ്, റെയർ ആണ്. ഇമ്പോർട്ടഡ്സ് കീപ്പ് ചെയ്യുന്ന കുറച്ച് സ്റ്റോർസേ ഉള്ളൂ, അവിടുന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. കുറേ യൂണിഫോം ആവത്തുമില്ല, ബെസ്റ്റ് ആയിരിക്കും, എവർ ആയിരിക്കും. ഇത് മൊത്തം കാണുന്നത്. ഇത് കുറച്ച് ഡിഫറെന്റ്, കുറച്ച് യൂണിക്, കുറച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സെക്ഷൻ ആണ്. പിന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത് ഇതിനെ കുറിച്ച് ഇത് സെയിം നമ്മൾ കാണിച്ചതിൽ തന്നെയാണ്. ആക്ച്വലി ഇതിലെല്ലാം ഷർട്ട്സ്, ഇപ്പൊ ഇത് ഇമ്പോർട്ടഡ് ഷർട്ട് ആക്ച്വലി അക്കോബ ആണ്. അക്കോബ, മെഷില് ക്രോപ്പ് ടോപ്പ്, ഫുൾ മെഷ്. ആക്ച്വലി എന്റെ ഫിറ്റിംഗ് ക്രോസ് ഫിറ്റിംഗ് ആ വരുന്നത്, ഒരു സൈഡ് ക്രോസ് ആയിട്ട്. കുറച്ച് ഡിഫറെന്റ് ആണെന്ന്. ഹുഡി ജാക്കറ്റ്സ് വരുന്നത്, ക്രോപ്പ് ജാക്കറ്റ്സ്. ലേഡീസിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ആക്ച്വലി ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത്. ഞങ്ങൾക്കൊക്കെ ഓപ്ഷൻസ് കുറവാണ്. ഷർട്ട്, ടീഷർട്ട്, ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിൽ ഇപ്പൊ ഈ കോൺസെപ്റ്റ്, ഈ കോഡ് സെറ്റ് കോൺസെപ്റ്റ് കൊള്ളുന്ന തന്നെ ലേഡീസാ. ഇപ്പം ജെന്റ്സിലും വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ള ലേഡീസിലാണ്, ഏറ്റവും കൂടുതൽ കോംബോ കൊടുക്കാൻ പറ്റുന്ന ലേഡീസിലാണ്. കളർ ചോയ്സും അയ്യോ ഇത്രയും, ഈവൻ ഇപ്പം വരുന്ന ഓവർ പിങ്ക് പോലത്തെ നല്ല മഞ്ഞ പോലത്തെ കളേഴ്സ് ഒക്കെ ഇപ്പം ട്രെൻഡാണ്. ഇപ്പം ട്രെൻഡാ. അല്ലാത്തതിൽ കുറെ പേസ്റ്റിൽ വരുന്നതും ട്രെൻഡാണ്. നമുക്ക് പേര് പറയാൻ പറ്റാത്ത പല കളേഴ്സ് ഇപ്പൊ ടോപ്സിൽ വരുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ ട്രെൻഡാ. കാരണം ലേഡീസിന് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റാ. നമുക്ക് കുറെ കൂടുതൽ എന്താ പറയുന്നത്, കാണിക്കാൻ എന്തൊക്കെയോ ഉണ്ട്. അതെ, കാണിക്കാനും ഉണ്ട്. പിന്നെ അത് തന്നെ നമ്മൾ ഗവൺമെന്റ് അല്ലെങ്കിൽ എറണാകുളം മാർക്കറ്റ് റോഡ് അല്ലെങ്കിൽ അതൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് മൊത്തം ഹോൾസെയിൽ എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമുക്ക് വരുന്നത്. പക്ഷെ ഇത് ഹോൾസെയിൽ അല്ല. ഈ ഒരു ബിൽഡിംഗ് ഫുൾ വരുന്നത് നമുക്ക് റീറ്റെയിൽ സ്റ്റോർ ആണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് വുമൺ സ്റ്റോർ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഇവർക്ക് ഇപ്പം എറണാകുളത്ത് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ആക്ച്വലി അനീസ് അൻസാരി, ഗുഡ്വിൽ കളക്ഷൻസ്, ലൈക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഒരു സെലിബ്രിറ്റീസ് ഒക്കെ വരാണെങ്കിൽ, ഇനിയിപ്പോൾ സെലിബ്രിറ്റീസ് വരാണെങ്കിൽ റേറ്റ് കൂടുമോന്ന് അങ്ങനെ ഒരു ഫീല് നമുക്ക്. എല്ലാ പ്രൈസും ഉണ്ട്. ആക്ച്വലി പ്രൈസിൽ മാത്രമല്ല, ജസ്റ്റ് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ, അതിന്റെ ക്വാളിറ്റി നോക്കൂ, അതിന്റെ റേറിറ്റി നോക്കൂ, എന്നിട്ട് കമ്പയർ ചെയ്യൂ. ദാറ്റ്സ് ഇറ്റ്. പിന്നെ എപ്പോഴും ഈ കുർത്തീസ് ഇതൊക്കെ കുറച്ച് ഡിഫറെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഇപ്പം ആക്ച്വലി ഇപ്പം എല്ലാവരും മാറി. അറിയാം, ചൂടി ബോട്ടം ലെഗിൻസിന്റെ ഒക്കെ കാലഘട്ടം പോയി. അതിനർത്ഥം കുർത്തീസിന്റെ കാലഘട്ടം പോയിന്നാ. ഇപ്പൊ എല്ലാം വെസ്റ്റേണിലോട്ട് വന്നു. കാരണം ഇപ്പൊ എവിടെയും ചൂടി ബോട്ടം ഇല്ല, ലെഗിൻസ് ഇല്ല, പട്ടിയാള പാൻസ് ഇല്ല. പഴയ ഒരു കോൺസെപ്റ്റ് കുറഞ്ഞു വന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിലായി. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും 80% ആൾക്കാരും പ്രായ വ്യത്യാസം ഇല്ലാണ്ട് അത്യാവശ്യം എനിക്ക് തന്നെ എനിക്ക് തോന്നുന്നു 48 50 55 ഏജിലൊക്കെ എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, പെർമനന്റ് കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക്. വെസ്റ്റേൺ വേഴ്സ്, ലൂസി വേഴ്സ് ഒക്കെ. പക്ഷെ അത്ര ഭംഗി, അത്ര കംഫർട്ടാണ്. പ്രായം അറിയുന്നില്ല, സ്ട്രക്ചർ കാണുന്നില്ല. ഇത്തിരി ചബ്ബിയാണെങ്കിലും കവറായി പൊക്കോളും. ഭയങ്കര ഒരു ഭംഗിയും കൂടുതലാണ്. ഒട്ടും ആരും ഒരു കംപ്ലൈന്റ് പറയാനുമില്ല, എക്സ്പോസിംഗ് ഇല്ല. എല്ലാ തരത്തിലുള്ള വെസ്റ്റേൺസ് അവൈലബിൾ ആണല്ലോ. അങ്ങനത്തെ ഉണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ എന്താ റേറ്റ് വരുന്നത്? ആക്ച്വലി ഡ്രസ്സസ്, ഗൗൺസ് ഒക്കെ ഈ ഒരു റാമ്പിലുള്ള ഓപ്ഷൻസ് നമുക്കിപ്പം ഷോ സ്റ്റോപ്പിംഗ് ആയിട്ടോ അല്ലെങ്കിൽ റാമ്പ് വാക്ക് ആയിട്ടോ. ഇതൊക്കെ എനിക്ക് ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നടക്കില്ല. ചിലവർക്ക് ഉണ്ടാവില്ല ഒരു കംഫർട്ടബിൾ ഫ്രീ അങ്ങനെ ഫീൽ ചെയ്യണത്. ആക്ച്വലി ജംപ് സൂട്ട് ആണ് ഇത്. 1 സൈഡ് ട്യൂബ്, 1 സൈഡ് അപ്പർ ഷോൾഡർ. നല്ല അടിപൊളി സംഭവം അല്ലേ? 1 സൈഡ് ഷോൾഡർ അല്ലേ? 1 സൈഡ് ഷോൾഡർ, അപ്പർ ഷോൾഡർ, 1 സൈഡ് ട്യൂബ്. ദിസ് ഈസ് ബോഡിക്കോൺ പാറ്റേൺ, ട്രാൻസ്പെറൻസി ആണ്. സിംഗിൾ പീസ് ബോഡിക്കോണിൽ തന്നെ നല്ല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ആക്ച്വലി പക്ക റാം പാറ്റേൺ ആണ്. ഹാഫ് ഡ്രസ് ആണ്, ബാക്കി നെറ്റ് ഫുൾ മെഷ്. എന്നുവെച്ചാൽ ഒരു ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ ഐറ്റംസ് എല്ലാതും ഉണ്ടെന്നല്ലേ? അതെ. വാവ്, സൂപ്പർ. നിങ്ങൾക്ക് പിന്നെ വേറെ എവിടെയൊക്കെയോ ഷോപ്പ് ഉണ്ടെന്നൊക്കെ നമ്മൾ കാലിക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ഞാൻ പോയിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി നമ്മുടെ SES സ്റ്റോഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കോഡ് സെറ്റ് അത്. കാലിക്കറ്റ്, കോഴിക്കോടുണ്ട്. പിന്നെ എവിടെയാണ്? കോഴിക്കോട് ഉണ്ട്. കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോടും എറണാകുളത്ത് തന്നെയാണ് ഉള്ളത്. റീറ്റെയിൽ സ്റ്റോർ ഉള്ളത് രണ്ട് തന്നെയാണ്, എറണാകുളത്തും കോഴിക്കോട്. കോഴിക്കോട് ആക്ച്വലി നമ്മൾ ബിഗിനേഴ്സ് ആണ്. എറണാകുളത്ത് നമ്മൾ 10 വർഷമായിട്ടുണ്ട്. ഇപ്പം കോഴിക്കോടും ഈ സെയിം കോൺസെപ്റ്റ്, ഇമ്പോർട്ടഡ്സിൻ്റെ സെയിം കോൺസെപ്റ്റ് കോഴിക്കോടും നമ്മൾ ഫ്രാൻസ് താലിക്കാസ്, കല്യാൺ കേന്ദ്രമൊക്കെയുള്ള ചിന്താവെളുപ്പ് എന്ന് പറയും, കാലിക്കറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ട്.
അവിടെ വന്നാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ സെയിം പ്രോഡക്റ്റ് കിട്ടും. അപ്പൊ ഇവിടെ തന്നെ പർച്ചേസ് ഒക്കെ സെയിം ആണ്. നമ്മൾ വൺ ടൈം കാരണം ഇമ്പോർട്ടഡ് പർച്ചേസ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും അബ്രോഡ് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ബൾക്ക് പർച്ചേസ് ആക്കണം. അപ്പോൾ നമ്മൾ 2 സ്റ്റോറിലേക്കായിട്ട് ഒന്നിച്ചാക്കുവാണ്, എന്നിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. അതെ, അങ്ങനെ എന്നുവെച്ചാൽ ഇപ്പൊ എറണാകുളത്തേക്ക് ഇല്ലാത്തവര് നമുക്ക് കോഴിക്കോട് പോയി അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അവിടെ ഞാൻ സ്റ്റോറിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടുത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർക്ക് ഒരു ഹോൾസെയിൽ ഷോപ്പ് കൊണ്ടുപോയി അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെ, അത് ഹോൾസെയിൽ പക്ക, അത് വെസ്റ്റേണിലല്ല വരുന്നത്, അത് ഇന്ത്യൻ ഔട്ട്ഫിറ്റിലാണ് വരുന്നത് അല്ലേ? ഹോൾസെയിൽ കംപ്ലീറ്റ് ഇന്ത്യൻ ഔട്ട്ഫിറ്റിലാണ്. ഇതില് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ ബേസ് ഇതാണ്, നമ്മളെ കോൺഫിഡൻറ്റ് ഇതാണ്. വെസ്റ്റേൺസിൽ നമ്മൾ വർഷങ്ങളായിട്ടുള്ള ഫീൽഡ് ഇതാണ്. കുറെ പേര് കമന്റ് ചെയ്ത് ചോദിക്കുന്നത് നമ്മുടെ ലോഗോ ഇതാണ്. ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ എക്സ്പെഷ്യലി പ്രത്യേകിച്ചും ഈ കോൺവെൻഷൻ എന്ന് പറയുന്ന കോൺവെൻഷൻ പില്ലർ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കോൺടാക്ട്സിൽ ഒരു 70% കോൺടാക്ട്സും ബെസ്റ്റ് ഫ്രണ്ട്സും നല്ല കസ്റ്റമേഴ്സ് ഉള്ളത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലാണ്. കോൺവെൻഷൻ്റെ പില്ലർ എന്നവരാണ്. ഇപ്പം വർഷങ്ങളായിട്ടുള്ള കസ്റ്റമേഴ്സാണ്. നമുക്ക് ട്രാൻസിലാണെങ്കിലും അതർ സ്ക്രീനിലാണെങ്കിലും ഇപ്പം ആക്ട്രസ് ഫീൽഡിലാണെങ്കിലും ഇപ്പോൾ ഇവരുടെയൊക്കെ ഇവർ കൂടുതലും ഈ കോസ്റ്റ്യൂം ഡിസൈൻസ്, ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഹെയർ ഡ്രസ്സിങ് ആയിട്ടൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ആ ഒരു കെയർ ഓഫിൽ നമുക്ക് ഒരുപാട് സ്ക്രീനിലുള്ള കസ്റ്റമേഴ്സ് വർഷങ്ങളായിട്ടുണ്ട്. കോസ്റ്റ്യൂം കേർട്ടസി നമ്മൾ ചെയ്യുന്നുണ്ട് ബൈ കോസ്റ്റ്യൂം ഡിസൈനേഴ്സിനെ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഈ കോൺവെൻഷനിലെ പില്ലർ അല്ലെങ്കിൽ കോൺവെൻഷനിൽ ഇത് വരുന്നത് ഓൺ സ്ക്രീൻ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ 10 വർഷമായിട്ട് അത് അനുഭവിച്ച് വരുന്ന ഒരാളാണ്. എന്തായാലും 2 സെലിബ്രിറ്റീസ് എന്തായാലും ഈ ബിൽഡിംഗ് ആക്ച്വലി ഇപ്പോൾ അനീസ് അൻസാരിയൊക്കെ ഒബ്വിയസ്ലി ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം അനീസ് അൻസാരി പ്രൊഡക്ട്സ് എന്താണ്, അനീസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ഒരു ഓൺ സ്ക്രീൻ കോൺസെപ്റ്റാണ്. സെലിബ്രിറ്റീസിനും അല്ലാതെയും ഉള്ള ഓൺ സ്ക്രീൻ കോൺസെപ്റ്റാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ് കമ്മ്യൂണിറ്റിയാണ്. എൻ്റെ കഞ്ഞിയും എൻ്റെ ബിരിയാണിയും എല്ലാം ട്രാൻസ് കമ്മ്യൂണിറ്റിയാണ്. ഇത് പറയാനൊരു മടിയില്ല, അതാണ് സത്യം. കോൺവെൻഷനിലെ പില്ലർ അത്. അല്ല, ഇനി വേറൊരു കാര്യം കൂടി എനിക്ക് ആസ് എ വ്യൂവേഴ്സ് ചോദിക്കാണ്ട്, ഇപ്പൊ ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സെലിബ്രിറ്റീസും ട്രാൻസ്ജെൻഡേഴ്സ് അവരൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഹൈ ലെവലാണ്. സാധാരണക്കാർക്കും ഇവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% നമ്മുടെ അടുത്ത് കോൺടാക്ട്സിൽ നമ്മുടെ കസ്റ്റമേഴ്സ് അതാ നേരത്തെ പറഞ്ഞ 200-250 തൊട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ്. അല്ല, അത് സെലിബ്രിറ്റി കേൾക്കുമ്പോൾ അവർക്ക് അയ്യോ സെലിബ്രിറ്റിക്കാരെ വരാം, നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെയല്ല. നമ്മുടെ പോസ്റ്റ് ഡിസൈൻസിൽ വന്നിട്ട് ആര് വെയർ ചെയ്യുന്നു അവരാണ് സെലിബ്രിറ്റി. അവരാണ് സെലിബ്രിറ്റി. നമ്മളെല്ലാവർക്കും ഓരോരോ വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ വരുമ്പോ നമുക്ക് എല്ലാവരും സെലിബ്രിറ്റീസാ. ലൈക്ക് കസ്റ്റമർ ഈസ് മഹാലക്ഷ്മി, യു നോ മഹാലക്ഷ്മി. അല്ല, നമ്മള് വിചാരിക്കണ്ടോ അയ്യോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് റേഞ്ച് കൂടോന്ന്. അങ്ങനെയല്ല, നമുക്കൊരു ഔട്ട്സ്റ്റാൻഡിങ് ഡിഫറെന്റ് ലുക്ക് ആയിട്ട് വേണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ. ഇപ്പൊ ചിലർ പൈസ നോക്കില്ലേ, ചിലര് നമുക്ക് ഇത് വേണോട്ടോ ഇത് തന്നെ ഇടണം എന്ന്, ചിലർക്ക് 100 രൂപ മതി, അതിൽ കംഫർട്ടബിൾ. കസ്റ്റമേഴ്സിന് അറിയാം ക്ലോത്ത് നോക്കിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആർക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്ന് പറയുന്നത് മൊത്തം ഇമ്പോർട്ടഡ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു മൈൻഡിൽ നമ്മൾ ചിന്തിക്കണം. കുറച്ച് ഡിഫറെന്റ് ആണ്. അതെ, റെയർ ആണ്, യൂണിഫോം അല്ല. എടുത്തു പറയുവാണ്, യൂണിഫോം അതില്ല. നീ ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോ നേരത്തെ പറഞ്ഞ പോലെ 1-2 കളേഴ്സ് മാത്രം കീപ്പ് ആക്കും. ഏതൊരു റീൽസിന് പറഞ്ഞ പോലെ നീ ഏത് കടയിൽ നിന്ന് മേടിച്ചിട്ട് ഞാനും ഈ കട, അയ്യോ അതല്ല, അങ്ങനെ ആവില്ല കേട്ടോ. ഇവിടെ വരും ഡ്രസ്സിംഗ് കോഡ് ആവത്തില്ല. ഡ്രസ്സിംഗ് കോഡ് ഇമ്പോർട്ടൻസിന്റെ മെയിൻ പ്രത്യേകത അതാണ്. 1-2 പീസ് അത് സോൾഡ് ആയി കഴിഞ്ഞാൽ സോൾഡ് ഔട്ട്, ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്, അതിന്റെ റിപ്പീറ്റേഷൻ ഇല്ല. ഞാൻ ഇട്ട സെയിം സംഭവം തന്നെ വേറൊരു പീസ് ഇവിടെ ഇല്ല കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. അത് തന്നെയാണ് കസ്റ്റമേഴ്സിന് വേണ്ടതും. ഈ സ്ക്രീൻ കസ്റ്റമേഴ്സിന് വേണ്ടതാണ്. കുറെ ആൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അവർക്ക് വേണ്ട. ഒരൊറ്റ പരിപാടിക്ക് ഒരൊറ്റ. അപ്പൊ നിങ്ങൾ ഇച്ചിരി ഒരു 200-300 രൂപ സാധാരണക്കാളും കൂടുതൽ കൊടുക്കുകയാണെങ്കിലും അതിന് അത്രത്തോളം അതിന് വാല്യൂ ഉണ്ട്, അതിന് അത്ര ഒരു ഉപകാരം ഉണ്ട്. അതെ, അപ്പൊ ഇനി കുറച്ച് വെറൈറ്റികൾ കാണിക്കാം. കുറെ നമ്മള് അല്ലേ ഇതാ വരുന്നുള്ള വെറൈറ്റികളല്ലേ ഇതൊക്കെ നമ്മൾ കൂടുതലും ഈ ഒരു കാറ്റഗറി എല്ലാം ഇങ്ങനത്തെ നേരത്തെ പറഞ്ഞ പോലെ ഷോക്കുള്ള ഒരു പർപ്പസ് കാറ്റഗറിയാണ്. വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ് വരുമ്പോൾ നല്ല നല്ല വെറൈറ്റികൾ കാണാൻ പറ്റും. പിന്നെ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇതാ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. വാവ്, കോണ്ടാക്ട്സ് ആണ് നമ്മുടെ ലോകം. ഇത് വൺ സൈഡ് ഷോൾഡർ, വൺ സൈഡ് ട്യൂബ്, വൺ സൈഡ് അപ്പർ ഷോൾഡർ. ഇതൊക്കെ ഇവിടെ വെക്കാം. കുറച്ച് കൂടുതലായ വെയിറ്റ് ആവും. ഇതാ ഇത് വൺ സൈഡിൽ കുറച്ച് ഡിഫറെന്റ് ലുക്ക് ആണ് കേട്ടോ വൺ ഇതിൽ വരുന്നത്. പിന്നെ ഇത് ഒരു ഇതൊക്കെ ദിസ് ഈസ് കോൾഡ് ഷോൾഡർ ആക്ച്വലി. വാവ്, സാറ്റിൻ ഫാബ്രിക്. സാറ്റിൻ ഫാബ്രിക്കിൽ അടിയിലത്തെ നോർമൽ അല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നത്. ദിസ് ഇസ് ട്രെഞ്ച് കോട്ട്, വൂളനിൽ ട്രെഞ്ച് കോട്ട് വരുന്നത്. ഇമ്പോർട്ടഡ് ട്രെഞ്ച് കോട്ട്, ഡിഫറെന്റ് കളറിൽ. ട്യൂബ് ഡ്രസ് ലൈക്ക് ട്യൂബ് ഡ്രസ്സും ട്യൂബ് ഡ്രസ്. ഓക്കേ,
ബോഡി ഫിറ്റ്. നമ്മളിത് യൂസ് ചെയ്യാത്ത കാരണം നമുക്ക് അറിയാത്ത. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നിന്നോളൂ കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത് വീണ് പോകുന്നുള്ളത്, അങ്ങനെയല്ല. ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കണം. ബാക്കിൽ എലാസ്റ്റിക് ഒക്കെ വരുന്നത്. അതിൽ ആക്ച്വലി റബ്ബർ ട്രാൻസ്പെറൻസി റബ്ബർ സ്ട്രാപ്പ് വരുന്നുണ്ട് പ്ലസ്. അല്ല ചിലർക്ക് അറിയില്ല അതിനെ കുറിച്ച്, അതാണ്. ഇത് ഹക്കോബ ടൈപ്പ് ആയിട്ട് പക്ഷേ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത്. പിന്നെ വരുന്നത് അതാ വെറൈറ്റികൾ വരുന്നുള്ളൂ. ഇത് ആക്ച്വലി 2 പീസാണ്, ആക്ച്വലി 3 പീസാണ്. ട്രാൻസ്പെറൻസി ഷർട്ട്, ദെൻ ഷോർട്സ്, ടാൻ ടോപ്പ്. ആക്ച്വലി ബീച്ച് ഫോട്ടോഷൂട്ട്സിൻ്റെ ഒക്കെ ആ ഒരു കോൺസെപ്റ്റാണ് ആക്ച്വലി. ഓക്കെ ഓക്കെ. അങ്ങനെ 3 ഇതിന് കളർ ചേഞ്ച് ചോദിച്ചാൽ കളർ ചേഞ്ച് ഓൺലി 1 ആൻഡ് ഓൺലി 1 പീസ്. അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ എന്താണ്, ദെൻ സ്കേർട്സ് അവൈലബിൾ ആണ്. സ്കേർട്സിൽ ഇമ്പോർട്ടഡ് സ്കേർട്സ് ഉണ്ട്, ഇന്ത്യൻ സ്കേർട്സ് ഉണ്ട്. ഇമ്പോർട്ടഡ്സ് വരുമ്പോൾ ഈ ഫാബ്രിക് വരും. ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ വൂളൻ. നമുക്ക് ടോപ്പിലൊക്കെ നമ്മൾ കണ്ടില്ല അവിടെ, ക്രോപ്പ് ടോപ്പിൽ ആ സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഇമ്പോർട്ടഡ്സ്, ഹാഫ് സ്കേർട്സ്. പിന്നെ നോർമൽ ഇന്ത്യൻ സ്കേർട്സ് അവൈലബിൾ ആണ്, നമ്മൾ വെക്കുന്നുണ്ട് ഇന്ത്യൻ സ്കേർട്സ്. ഇന്ത്യനേക്കാളും കൂടുതൽ പ്രാധാന്യം ഇവർക്ക് വെസ്റ്റേണിലാണ് കേട്ടോ വരുന്നത്. ഇതിപ്പം കോഡ് സെറ്റിൽ തന്നെ ഇന്ത്യൻ വരുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ സെയിം നേരത്തെ കാണിച്ച ആ ഒരു കോൺസെപ്റ്റ് തന്നെ, കോഡ് സെറ്റ് തന്നെ. ദിസ് ഇസ് ലൈക്ക് 600 700 ഫോർ 2 പീസ്. ആ സെറ്റിന് ആ ഒരു ഇന്ത്യൻ ഫാബ്രിക് എന്നേ ഉള്ളൂ, നോർമൽ ഫാബ്രിക് ലൈക്ക് സെയിം അതിൽ തന്നെ വരുന്നത്. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ സ്കേർട്ട് ഇതിൽ ഫ്ലോറൽ, ഇതൊക്കെ ഇന്ത്യനിൽ വരുന്നതാണ്. അതുകൂടാണ്ട് മിനിയിലും വരുന്നുണ്ട്, ഫുൾ ലെങ്ത്തിലും മിനിയിലും വരുന്നുണ്ട്. കളേഴ്സൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. എവിടുന്നൊക്കെ എന്തൊക്കെയോ കാണിക്കേണ്ടത് ഇതാ വെറൈറ്റികളുണ്ടെന്ന്. ഇനി ഇപ്പുറത്തെ സൈഡ് നമുക്ക് ജീൻസിലെല്ലാം ഇമ്പോർട്ടൻസ്. ലെഗ്സിൻ്റെ സാറയുടെ ഒക്കെ പാറ്റേൺസ് കുറേ ഒരുപാട് അവൈലബിൾ ആണ്. അത് ആക്ച്വലി ഇത് മോം ഫിറ്റിൽ വരുന്നത്. ഇതിനൊക്കെ ഏകദേശം റേറ്റ് 1300 1200 നോർമൽ പ്രൈസ്. ഇന്ത്യൻ പീസ് വരുമ്പോൾ 990 890 ആ ഒരു റേഞ്ച് വരുന്നത്. 1006. അതും കൂടി എടുത്ത് പറയാണ്. ബ്രാൻഡഡ് ആയിട്ടാണ്. ബ്രാൻഡഡ് ഐറ്റം എന്നൊക്കെ പറയുമ്പോൾ 1000 മുകളിലുള്ളതാണ് ആൾക്കാർക്ക് അറിയുന്നത്. അറിയാം. ഓൾവേസ് 1500 1600 1700 ഒക്കെ അപ്രോക്സ് കൊടുക്കണം. നോർമലി നമുക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടുമ്പം അതിങ്ങനെയുള്ള നോർമൽ. ഇപ്പോൾ ഇതിപ്പോൾ മോം ഫിറ്റിൽ തന്നെ ഇന്ത്യൻ പ്രൊഡക്റ്റാ. ജസ്റ്റ് 890 990 അപ്രോക്സ് വിത്ത് റിബ് ജീൻസിന് തന്നെ അത്രേ വരുന്നുള്ളൂ. ഇത് ഇന്ത്യൻ ഫാബ്രിക്, ദാറ്റ്സ് ഇറ്റ്. രണ്ടും ഉണ്ട് ഇവിടെ, പക്ഷേ അവൈലബിൾ ആണ്. നമുക്ക് ബ്രാൻഡഡ് സാറയുടെ ലെതർ പാൻസ്, ലെതറിന്റെ ജാക്കറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അവൈലബിൾ എല്ലാതും ഉണ്ട്, ഇല്ലാത്തതൊന്നുമില്ല. നമുക്ക് വെസ്റ്റേണിൽ എന്തെങ്കിലും കുറച്ച് ട്രെൻഡി ആയിട്ട് വേണമെന്ന് വെച്ചാൽ ജോഗോ പാൻസ്. ഇതില് സൈസസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? അപ്പോൾ നമുക്ക് 28 to 34 നോർമൽ സൈസ്. അപ്പോൾ 36 38 40 വേണമെങ്കിൽ അവൈലബിൾ ആണ്. നോർമൽ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ളത് ഇപ്പം 28 to 34. ഇതാണ് പാൻസ്. ഇത് സിഗരറ്റ് ഫിറ്റ്. എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ചേഞ്ച് ചെയ്താലോ? ഓ ഷുവർ ആയിട്ടും. അത് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഓ ഷുവർ ആയിട്ടും. അപ്പൊ ഇത് ഇവിടെ നിൽക്കട്ടെ. ഞാൻ ഇനി കുറച്ച് ഡിഫറെന്റ് വെസ്റ്റേൺ ആക്കോ കുറച്ചുകൂടി. തീർച്ചയായിട്ടും കൂടുതൽ എക്സ്പോസ് വേണ്ട, അന്നത്തെ ആ രീതിയിലാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം. കാരണം എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലെങ്കിലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐഡിയ ഓട്ടോമാറ്റിക്കലി ഇവര് തരുന്നതായിരിക്കും. അപ്പൊ എനിക്ക് എന്താണ് ചെയ്യുന്നത് അത് എടുത്തു തരും. ഓക്കെ, അപ്പൊ കട്ട്. നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഒരു ഉഗ്രൻ ഔട്ട്ഫിറ്റ് കൊടുത്തിട്ട് ഒരു കൊറിയൻ ലേഡിയെ റെഡി ആക്കിയിട്ടുണ്ട്. വന്നോളൂ. കം. Very nice. Actually, this is suit for you more. എനിക്ക് തോന്നുന്നു മറ്റേനേക്കാളും കുറെ ബെസ്റ്റ് ഇതാന്ന് തോന്നുന്നു. കണ്ടിന്യൂ ആയിക്കോ. എല്ലാ പർച്ചേസും നമ്മുടെ കടയിൽ നിന്ന് ആക്കണേ. ഓക്കെ, ബെസ്റ്റ് പീസസ് തരാം. This is actually കൊറിയൻ ബാഗി ടോപ്സ് ആണ്. ഇത് ഡയോറിന്റെ ക്രോസ് ബാഗ് ആണ്. ദെൻ ബർബറിയുടെ UV പ്രൊട്ടക്ഷൻ സൺഗ്ലാസ് അവൈലബിൾ ആണ്. ദെൻ റിബ്ഡ് മോം ഫിറ്റ് ജീൻസ്. പിന്നെ ഷൂ എന്റെ മോന്റെ അടിച്ച് അതൊന്നും കാണിക്കണ്ട. ആക്ച്വലി ഇത് ബെസ്റ്റ് ആട്ടോ, ഈ കോസ്റ്റ്യൂം ബെസ്റ്റാ. അപ്പൊ ഷൂ ഇപ്പൊ ഉണ്ടായിരുന്നില്ല, ബട്ട് ഉള്ളത് വെച്ച് നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഷൂ കൊടുത്തത് നല്ലോണം ഭംഗി, നൈക്കിയുടെ എയർ അത് അതിന് സൂട്ടായിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്. അപ്പൊ അറിയില്ലായിരുന്നു അല്ലെങ്കിൽ എന്റെ ഷൂ കൊണ്ടുവരുന്നത്. എന്തായാലും ഓവറോൾ എനിക്ക് ഈ ഒരു ലുക്ക് ചേരുന്നുണ്ടോ ഇല്ലെന്നുള്ളത് അത് കമന്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ബട്ട് ഓവറോൾ എന്നെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇതുപോലെ അടിപൊളി എന്ന് ഒരു ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് കുറച്ച് ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ചെക്കൗട്ട്. എവിടേക്കാ വരണ്ടേ? കോൺവെന്റ് ജംഗ്ഷനിൽ TKM പാർക്കിൽ ഗുഡ്വിൽ കളക്ഷൻസിന്റെ മേളിൽ പൊക്കത്ത് ഫസ്റ്റ് ഫ്ലോർ പോസ്റ്റ് ഡിസൈൻസ്. ബാഗ്സിന്റെ വെറൈറ്റീസിന് മുമ്പ് നമുക്ക് കുറച്ച് ഫ്ലോറൽ ഷർട്ട്സ് കാണിക്കാം, ബാഗി ഷർട്ട്സ് കാണിക്കാം. ബാഗ്സ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നമുക്ക് എന്നിട്ട് അതിലോട്ട് പോവാം. ബാഗി ഷർട്ട്സ്, ബാഗി ഡ്രോപ്പ് ഷോൾഡർ ഷർട്ട്സ്,
ബാക്ക് സൈഡിലത്തെ ലുക്ക് ഇതിന്റെ ക്വാളിറ്റി സൂപ്പർ. ഇമ്പോർട്ടഡ്സ് ആട്ടോ, ഇമ്പോർട്ടഡ്സ് ആക്ച്വലി. ഇങ്ങനത്തെ ഈ മൾട്ടി കളർ പ്രിന്റ് ഇപ്പം ട്രെൻഡ് മാർക്കറ്റിൽ ഇപ്പം നന്നായിട്ട് കളിക്കുന്നുണ്ട് ഈ ഒരു പാറ്റേൺ. ഇത് ബർബറി വേഴ്സാച്ചി കോംബോ പ്രിന്റ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ഫുൾ ബാഗി ഡ്രോപ്പ് ഷോൾഡർ, ഫുൾ ബാഗി ഷർട്ട്. ഷർട്ടിൽ തന്നെ വെറൈറ്റികളുണ്ട് അല്ലേ? ഒരുപാട് വെറൈറ്റീസ്. ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഇതിന്റെ ബ്ലാക്ക് മോം ഫിറ്റ് കൊടുക്കാം, ഇതിന് ഓപ്പോസിറ്റ് കൊറിയൻ പാൻസ് ഇപ്പോൾ ബ്രൗണോ ഗ്രീനോ സംതിങ് എന്തും കൊടുക്കാം, ഓപ്പോസിറ്റ് കൊടുക്കാം. മോം ഫിറ്റ്, ബാഗി ഫിറ്റ്, ഈ ജോഗർ ഫിറ്റ്, കൊറിയൻ ഫിറ്റ് എന്തും ഇതിന് ഓപ്പോസിറ്റ് കൊടുക്കാം. എന്ത് കൊടുക്കുന്നു അതാണ് ഭംഗി. അതാണ്. പിന്നെ ഇത് സെയിമിൽ അതിന് തന്നെ ക്രോപ്പ്, ആക്ച്വലി ക്രോപ്പ് ഷർട്ട്സ് ആണ്. സെയിം ബാഗി കോൺസെപ്റ്റ്, 5 സ്ലീവ്, ഡ്രോപ്പ് ഷോൾഡർ, ക്രോപ്പ്. അതിൽ ഒരുപാട് പ്രിന്റ്, ഒരുപാട് പ്രിന്റ് അവൈലബിൾ. ദിസ് ഇസ് ആക്ച്വലി ഇന്ത്യൻ, like cheaper, 200, 300 approx. That's it. അതാ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ സെലിബ്രിറ്റി വരുന്നു പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലോടെയാണ് ആ റേറ്റ്. എല്ലാ പാറ്റേൺസ് അവൈലബിൾ ആണ്, എല്ലാ പാറ്റേൺസ് അവൈലബിൾ. ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള പ്രിന്റ് ആണ്, ചീപ്പ് പ്രൈസ്, ബെസ്റ്റ് പ്രൈസ്. അപ്പൊ എന്റെ എക്സാക്ട് ഫുൾ ഔട്ട്ഫിറ്റിന് ഏകദേശം എത്ര റേറ്റ് ഉണ്ട് മൊത്തം? ഇതിനൊക്കെ ആക്ച്വലി എങ്ങനെ പോയാൽ ഒരു വിത്ത് ബാഗ് ഒരു 335 വിത്ത് സ്പെക്സ്. അത് കൂട്ടിയിട്ടില്ല, അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇതടക്കാണ് ഈ ഒരു, പക്ഷെ ഒരു ഡിഫറെന്റ് ഒന്നുമില്ല. എങ്ങനെ പോയാലും 4.2 അത്രേ ഉള്ളൂ. അതിന് ഒരു അടിപൊളി സെറ്റപ്പ് ആയി എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. ഡിഫറെന്റ് ലുക്ക് ആക്കി തന്നതിന്. അപ്പൊ ഇനി കുറച്ച് ബാഗ്സ് നോക്കണം. ബാഗ്സ് ഇതിന്റെ കുറെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അത് കുറച്ച് പുറത്താണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒരു കിയോസ്കി റെഡി ആക്കിയിട്ട് പുറത്ത് മൊത്തം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. വരൂ. ബാഗ്സിന്റെ ഒരു കളക്ഷൻസ്, വെറൈറ്റി കളക്ഷൻസ്. ഓക്കെ, ഇനി ഇവിടുത്തെ എന്താണ് വെറൈറ്റി? ആക്ച്വലി ഒരുപാട് കളക്ഷൻസ്. ഇതൊക്കെ ക്രിസ്ത്യൻ ഡിയോറിന്റെ ലിമിറ്റഡ് എഡിഷൻസ് ആണ്. ആക്ച്വലി ലിമിറ്റഡ് എഡിഷൻ പ്രിന്റ് ആണ്. അതിന് ആക്ച്വലി ഒറിജിനൽ പ്രൈസ് 4-5 lakhs പ്ലസ് വരുന്നുണ്ട്. ഇന്ത്യയിൽ ഷോറൂംസ് അവൈലബിൾ അല്ല. അതിൻ്റെ മാസ്റ്റർ റെപ്ലിക്ക മീൻസ് ഫുള്ളി മാസ്റ്റർ റെപ്ലിക്ക. ഈവൻ വെയിറ്റ് പോലും സിമിലർ ആയിരിക്കും. ഇതിൻ്റെ ആ ഗോൾഡൻ പോർഷൻ്റെ സിബിൻ്റെ കളർ പോലും ഒരു 2-3 years കഴിഞ്ഞാലും ആൽക്കഹോൾ തട്ടാത്ത പക്ഷം പോകത്തില്ല. 100% ഗ്യാരണ്ടീഡ്. കാരണം സെലിബ്രിറ്റി യൂസ്ഡ് ആണ്. ഉപയോഗിക്കുന്നവർക്ക് അറിയാം, ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും. ഒരുപാട് പ്രിന്റ് അവൈലബിൾ ആണ്. എല്ലാം ലിമിറ്റഡ് എഡിഷൻസ് ആണ്. എല്ലാം ലിമിറ്റഡ് എഡിഷൻസ് ആണ് എല്ലാം. ക്രിസ്ത്യൻ ഡിയോറിന് തന്നെ അതിൽ എഡിഷൻ നമ്പർ ഉണ്ടാവും. 10, 9, 11 ഒക്കെ നമ്പർ ഉണ്ടാവും എഡിഷൻസിൻ്റെ. എല്ലാത്തിലും നമ്പേഴ്സ് ഉണ്ടാവും. ആനിമൽ പ്രിന്റ്, എത്നിക് പ്രിന്റ്, ഫ്ലോറൽ പ്രിന്റ്, ലൈക്ക് ഇതൊന്നും അല്ല. ഇതിന് ഒരുപാട് നമ്മുടെ പേജിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പോസ്റ്റ് ഡിസൈൻസിന്റെ തന്നെ പേജ് ഉണ്ട്, നമുക്കത് മെൻഷൻ ചെയ്ത് കൊടുക്കാം. പോസ്റ്റ് ഡിസൈൻസ് കോഴിക്കോടുള്ളതിന്റെ പേര് കൽക്കി ഡിസൈൻസ്. രണ്ടും ഷോപ്പിന്റെ പേര് ഡിഫറെന്റ് ആണ്, പക്ഷേ കോൺസെപ്റ്റ് സെയിം ആയിരിക്കും. സെയിം കോൺസെപ്റ്റ്. ഓക്കേ, സിഡിയുടെ തന്നെ കോമൺ പ്രിന്റ്, സിഡിയുടെ നോർമൽ അവരുടെ മെയിൻ ഐഡന്റിറ്റി പ്രിന്റ് ആണ്. സെയിം ലൂയി വുട്ടോണിൽ ടോട്ട് ബാഗ് ലിമിറ്റഡ് എഡിഷനാണ്. ദിസ് ഇസ് LV ലൂയി വുട്ടോൺ, സെയിം മാസ്റ്റർ റെപ്ലിക്ക. ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ 4-5 lakhs പ്ലസ് വരുന്ന പാറ്റേൺസ് 3,000, 3,190, 290. ദിസ് ഇസ് മാസ്റ്റർ റെപ്ലിക്ക. ആക്ച്വലി കോപ്പി 3 തരം വരുന്നുണ്ട്. ഫസ്റ്റ് കോപ്പി, സെക്കൻഡ് കോപ്പി, മാസ്റ്റർ കോപ്പി. മാസ്റ്റർ കോപ്പിയാണ് എക്സാക്ട് സെയിം. ചൈനീസ് മേക്കിംഗ് ആണ്, ദുബായ് ഇമ്പോർട്ടിംഗ് ആണ്. അവർ ചൈനീസ് മേക്കിംഗ് ആണ് സാധനം. സിബിൻ്റെ ഈ ഹുക്സിൻ്റെ ഈ ഗോൾഡൻ കളർ പോലും പോകത്തില്ല. ആൽക്കഹോൾ തട്ടാത്ത പക്ഷം കളർ പോകത്തില്ല. 100% പോകുന്നില്ല. എക്സാക്ട് എന്താണോ OG വരുന്നത്, ലൈക്ക് സെയിം, ലൈക്ക് എക്സാക്ട് സെയിം. ഈവൻ വെയിറ്റ് പോലും സെയിം. ലൂയി വുട്ടോൺ തന്നെ. ദിസ് ഇസ് ഓൾസോ ലിമിറ്റഡ് എഡിഷൻ. അതിൽ ഇന്ത്യൻ ബ്രാൻഡ് ആയിട്ടുള്ള സബ്യസാച്ചി. ദിസ് ഇസ് ആക്ച്വലി സബ്യസാച്ചി ഫ്രം കൊൽക്കത്ത, മുഖർജി, സബ്യസാച്ചി മുഖർജി. അത് ഇതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത് ആക്ച്വലി ഒറിജിനൽ വരുമ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഷോറൂം പ്രൈസ്, ഡൽഹി മുംബൈ ബേസ്ഡ് ഷോറൂം പ്രൈസ് 85,000 പ്ലസ് GST. ആക്ച്വലി ദിസ് ഇസ് 2,590. അതിൻ്റെ OG വരുമ്പം, ഒറിജിനൽ വരുമ്പം ഇതിൻ്റെ ക്രോക്ക് സ്കിന്നാണ് വരുന്നത്, ക്രോക്കഡൈലിൻ്റെ സ്കിന്നാണ് വരുന്നത്. ദിസ് ഈസ് ആക്ച്വലി ഫോം ലെതർ, ലൈക്ക് കോൺസെപ്റ്റ്. ഈ പോർഷൻ പോലും കളർ പോകത്തില്ല. നേരത്തെ പറഞ്ഞാണ് ആൽക്കഹോൾ തട്ടാത്ത പക്ഷം. പെർഫ്യൂംസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതർവൈസ് ദിസ് ഇസ് പെർഫെക്റ്റ്. ഒരുപാട് കളർ കോമ്പിനേഷൻസ് എല്ലാം പക്കാ റെയർ ഷെയ്ഡ്സ് ആയിരിക്കും. ഇതുപോലത്തെ ഈവൻ കുറേ കളേഴ്സ് വരുന്നുണ്ട്. ഇതിൽ എഡിഷൻസ് കുറേ വരുന്നുണ്ട് അവൈലബിലിറ്റി. വെറൈറ്റി ഉണ്ടല്ലേ? വെറൈറ്റി വേണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി. അതെ. ഗെസ്സിന്റെ പാറ്റേൺ ക്വാളിറ്റി അടിപൊളിയാണല്ലോ അല്ലേ? പക്ക. അതിൻ്റെ ആ ഫിനിഷിങ്ങും അതിൻ്റെ ത്രെഡും അതിൻ്റെ മെറ്റീരിയലും ഈവൻ വെയിറ്റും എക്സാക്ട്. അത് ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സാധനം കയ്യിൽ വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതെന്താണെന്നുള്ളത്. ഷോർ. മൈക്കിൾ കോസ്. ഇത് ഏകദേശം ഇവിടെ ഇരിക്കുന്നതിന്റെ റേഞ്ച് ഒക്കെ ഏകദേശം ആക്ച്വലി
ഈ ഇപ്പോൾ കാണിച്ച കാറ്റഗറി ഒക്കെ എബൌട്ട് 2 ബിലോ 4. ബിലോ 4. ഓക്കെ. ഈ ഫെൻഡി, മൈക്കിൾ കോസ്, അമേരി, ബെൽമിൻ, ഗിവൻജി ലൈക്ക് ഇങ്ങനത്തെ ഹെവി ബ്രാൻഡ്സ് വരുമ്പം ബർബറി പോലത്തെ ബ്രാൻഡ്സ് ഒക്കെ വരുമ്പം 4 സംതിങ് 3.54. ഈ ക്രിസ്ത്യൻ ഡിയോർ, സബ്യസാച്ചി, ലൂയി വുട്ടോൺ ലൈക്ക് മൈക്കിൾ കോസ് ഈ ഒരു കാറ്റഗറി വരുമ്പം 2, 3, 4, 3.5 ആ ഒരു കാറ്റഗറി. പക്ഷെ ആ പ്രൈസിനുള്ളത് ഉണ്ട് സാധനം. കാരണം ബ്രാൻഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്നെപ്പോൾ സംബന്ധിച്ചിടത്തോളം അത് അട്ടർ വേസ്റ്റ് ആ ഒരു ഫണ്ട്. ഇപ്പം എന്നെ ആസ് എ മിഡിൽ ക്ലാസ് എന്നെ സംബന്ധിച്ചിടത്തോളം 5 ലക്ഷം രൂപ കൊടുത്ത് ഒരിക്കലും ഞാൻ ആ ബാഗ് വാങ്ങിത്തില്ല. അപ്പം ആസ് എ സെലിബ്രിറ്റി, ഇപ്പോൾ ഒരു സെലിബ്രിറ്റിക്ക് 5 ലക്ഷത്തിന് ആ സാധനം ഉപയോഗിക്കുന്നതും 3000 കൊടുത്ത് ഈ സാധനം ഉപയോഗിക്കുന്നതും ആളുടെ കയ്യിൽ വരുമ്പം സാധനം എക്സാക്ട് CD ക്രിസ്ത്യൻ ഡിയോർ ആളുടെ വാല്യൂ അത് ആളുടെ കയ്യിൽ വരുമ്പോൾ അത് അങ്ങനെയാണ്. മൈക്കിൾ കോസ് exact same similar exact, and this is Burberry. കളർ ചേഞ്ചസ് ഉണ്ട്. ഇതിന് ആക്ച്വലി വിത്ത് എല്ലാത്തിനും വിത്ത് സ്ലിംഗ് ആട്ടോ. അതിൻ്റെ സ്ലിംഗ് ബെൽറ്റ് അവൈലബിൾ ആണ്. പക്ഷെ അതിൻ്റെ ബ്രാൻഡ് ആ ഒരു ഒക്കേഷൻ പർപ്പസാണ്. ഇപ്പോൾ ഷൂട്ട്സിനുള്ളത് അല്ലെങ്കിൽ എയർപോർട്ട് ഒക്കേഷൻസ്, എന്തെങ്കിലും നൈറ്റ് ഫങ്ഷൻസ് ലൈക്ക് ആ ഒരു ബ്രാൻഡ് കോൺഷ്യസ്ഡായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കോൺഷ്യസ്ഡായിട്ട് ആൾക്ക് ഏറ്റവും ബെസ്റ്റ് ബർബറി അറിയാലോ. പ്രാഡ, ബർബറി ഒക്കെ ഏറ്റവും മോസ്റ്റ്ലി എക്സ്പെൻസീവ് ബ്രാൻഡിൽ ഒന്നാണ്. പ്രാഡ, ബർബറി, നേരത്തെ പറഞ്ഞ പോലെ അമേരി, ബൽമെയിൻ, ഗിവൻജി ലൈക്ക് ഒരുപാട് ബ്രാൻഡ്സ്. മൈക്കിൾ കോസ് റേറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ഡയറക്റ്റ് നമുക്ക് ഓൺലൈൻ ത്രൂ നമുക്ക് പിന്നെ കൊറിയർ ചെയ്ത് കൊടുക്കും. അവരുടെ ഡോർ സ്റ്റെപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ 2-3 വർക്കിംഗ് ഡേയ്സിൽ 2 to 3 വർക്കിംഗ് ഡേയ്സിൽ അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. കേരളത്തിൽ എവിടെ വേണേലും, കേരളത്തിൽ പുറത്ത് ഇപ്പം നമ്മൾ ചെന്നൈ, ബാംഗ്ലൂർ കോമൺ ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ വിത്തിൻ 5 വർക്കിംഗ് ഡേയ്സ്. കേരളത്തിൽ വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ്. ക്രിസ്ത്യൻ ഡിയോറിൽ തന്നെ സ്ലിംഗ് ബാഗ്. ആൻഡ് മൈക്കിൾ കോസിൽ സ്ലിംഗ് ബാഗ് വിത്ത് വാളറ്റ്. ഇത് രണ്ടും ഒരുമിച്ച് വിത്ത് കോംബോ ആണ്. സ്ലിംഗ് ബാഗ് വിത്ത് വാളറ്റ്. കളർ ചേഞ്ചസ് ഉണ്ട്. ആക്ച്വലി ഒരുപാട് കളക്ഷൻസ്. കളർ ചേഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും 1-2 കളേഴ്സേ വരത്തുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം ആക്കാൻ ഞങ്ങൾക്കും താല്പര്യമില്ല, യൂണിഫോമായി വാങ്ങിക്കാൻ കസ്റ്റമേഴ്സിനും താല്പര്യമില്ല. അപ്പോൾ 1-2 കളേഴ്സേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ദിസ് ഇസ് ക്രോസ് ബാഗ്, മാർക്ക് ജേക്കബ്. മാർക്ക് ജേക്കബിൽ MJ 1000 something approx. This is same cross bag Cartier. ബാഗ്സിന്റെ വെറൈറ്റി Same Dior cross bag. പിന്നെ ഡിസ്പ്ലേ ആണ് കേട്ടോ ഇത്. നമുക്ക് ഇനിയും കളക്ഷൻസ് ഉണ്ട് ഇല്ല? ഇതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് മൾട്ടി കളേഴ്സ്. നമ്മൾ എല്ലാം പോസ്റ്റ് ഡിസൈൻസിൻ്റെ പേജിൽ അപ്ഡേറ്റഡ് ആണ്. എല്ലാം അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഇട്ടുതരും. നിങ്ങളെ അഡ്രസ്സ് ഫുൾ ആയിട്ടുള്ള അഡ്രസ്സ് വിത്ത് പിൻകോഡ് തന്നു കഴിഞ്ഞാൽ വിത്തിൻ 3 days നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ സാധനം എത്തും. പിന്നെ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഔട്ട്ലെറ്റിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിസിറ്റ് ചെയ്യാം. സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നമ്മൾ ഓൺ ആണ്. രാവിലെ 10 to രാത്രി 9 വരെ. സൺഡേ മിക്ക സൺഡേകളും മാർക്കറ്റ് ഓഫാണ്. നമ്മൾ അധികം തുറന്നിരിക്കുന്നുണ്ട്. ടൈമിംഗ് അത്ര നിശ്ചയമല്ല. എന്നാലും സൺഡേ ഏകദേശം മാർക്കറ്റ് എല്ലാം ക്ലോസ്ഡ് ആണ് സീസൺ ഒഴിച്ച്. ബാക്കി എല്ലാ ദിവസവും രാവിലെ 10 to രാത്രി 9 വരെ നമ്മൾ 9 മണി വരെ ഫുൾ ഫിൽ ആണ്. അപ്പോൾ ലൂയി വുട്ടൺ ക്രോസ് ബാഗ് 3 piece ക്രോസ് ബാഗ്. ആക്ച്വലി 1 2 ഫോൺ വാളറ്റ്, പേഴ്സ് വാളറ്റ്, എയർപോർട്ട് വാളറ്റ്, 3 piece ക്രോസ് ബാഗ്. സ്പെക്സസ് ഉണ്ട്. ഇപ്പോൾ ബർബറിയുടെ പാറ്റേൺ, ലൂയി വുട്ടൺ പാറ്റേൺ, കാർട്ടിയർ ഉണ്ട്, വേഴ്സാച്ചി ഉണ്ട്, ഹെർമീസ് ഉണ്ട്, ഗിവൻജി ഉണ്ട് ലൈക്ക് എക്സെട്ര. ചെറുതായിട്ട് ലഗേജ് ബാഗ്സും വെക്കുന്നുണ്ട് നമ്മളിപ്പം പർപ്പസിന് വേണ്ടിയുള്ള. ലൂയി വുട്ടോന്റെ കോൺസെപ്റ്റ് അത് LVയുടെ. ഇതിനൊക്കെ റേഞ്ച് ഏകദേശം 3000 സംതിങ്. വിത്ത് സ്ലിംഗ്. ദിസ് ഇസ് വിക്ടോറിയ സീക്രട്ട് ബാക്ക് ബാഗ് ആണ്. കോസ്മെറ്റിക് ബാഗ് ഉണ്ട്. കോസ്മെറ്റിക് ബാഗ് ചെറുതായിട്ട് വെക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ നമുക്ക് ഡിമാൻഡ് ഹാൻഡ് ബാഗ്സിനും സ്ലിംഗ് ബാഗ്സിനും ക്രോസ് ബാഗ്സിനാണ് കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത്, എൻക്വയറി ഉള്ളത്. ഇത് നമ്മൾ ജസ്റ്റ് ദിസ് ഇസ് ഗൂച്ചി ആക്ച്വലി ബാക്ക് ബാഗ്. Okay, 1500. That's it. No. 1200, 990, 1100 approx. ആ ഒരു റേഞ്ച് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് കളക്ഷൻസ്. ഡിഫറെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഇതിനെല്ലാ അപ്ഡേഷൻസും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 2 weeks കൂടുമ്പോൾ എല്ലാത്തിന്റെ അപ്ഡേഷൻസ് ഉണ്ടാവും. ഓക്കെ. ഈവൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പം സ്ക്രീനിൽ കണ്ട പാറ്റേൺ ഏതെങ്കിലും റിപ്പീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിയുന്നത് പോലെ മാക്സിമം നോക്കും. പക്ഷേ നേരത്തെ പറഞ്ഞ യൂണിഫോം ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്.
അപ്പൊ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ ഇൻസ്റ്റാ പേജിൽ അപ്പൊ തന്നെ അപ്ഡേറ്റ് ആവും, എല്ലാ അപ്ഡേഷനും ഉണ്ട്. അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഒന്നുകൂടി ലൊക്കേഷൻ പറയാം. ഇത് നമ്മൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് നമ്മൾ TKM പാർക്ക് കോൺവെന്റ് ജംഗ്ഷൻ TKM പാർക്കിൽ അതിൽ നമ്മൾ വന്നിരിക്കുന്നത് പോസിലേക്ക് വന്നിരിക്കുന്നത്. പോസ് ആയിട്ട് എപ്പോഴും നല്ല കുറച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കാൻ. അപ്പൊ അഡ്രസ് ഒന്നുകൂടി പറയും. ഇത് കറക്റ്റ് ബസ്സിലാണ് പറയാം. ബസ്സിൽ വന്നിട്ട് എല്ലാവർക്കും വണ്ടി ഉണ്ട്. MG റോഡിൽ നിന്ന് നേരെ നമ്മൾ MG റോഡിൽ നേരെ കോൺവെൻഷൻ കയറി കഴിഞ്ഞാൽ കോൺവെൻഷൻ തന്നെ TKM പാർക്ക് ആര് ചോദിച്ചാലും പറഞ്ഞു TKM പാർക്കിൽ നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ. ഫസ്റ്റ് ഫ്ലോറിൽ കയറുമ്പോൾ തന്നെ എസ്കലേറ്റർ കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഷോപ്പ് എക്സലേറ്റർ ത്രൂ ആണ് നമുക്ക് കയറേണ്ടത്. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് കാണുന്ന ഷോപ്പാണ് പോസ് എന്ന് പറയുന്നത്. ലിഫ്റ്റും ഉണ്ട്, പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ഷോപ്പിന്റെ സമയം ടൈം വരുന്നത് രാവിലെ 10 to രാത്രി 9 മണി വരെ. വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആണ് കൂടുതൽ. വെസ്റ്റേൺ മീൻസ് TV സ്ക്രീനിൽ കാണുന്ന പോലെ കുറച്ച് ഡിഫറെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് റെയർ വെസ്റ്റേൺസ് നമുക്ക് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഒരു രീതിയിലുള്ള കോൺസെപ്റ്റ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത്. സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് കിട്ടും. ഒരു ബാഗ് വേണമെങ്കിൽ ബാഗ്, ഒരു ഡ്രസ്സ് വേണമെങ്കിൽ ഡ്രസ്സ്. ഓൺലൈൻ ത്രൂ ആയാലും നിങ്ങൾക്ക് വരാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഓൺലൈൻ ത്രൂ ഇൻസ്റ്റാ ബേസിൽ നിങ്ങൾക്ക്. എറണാകുളം ഇവിടെ അടുത്താണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ എല്ലാവർക്കും എത്തിച്ചാൽ ഇപ്പൊ ഓൺലൈൻ ട്രെൻഡ് ആയിട്ട് മാറി. ഇപ്പൊ എല്ലാവരും വീട്ടിലിരുന്ന് എല്ലാവരും ഞാനെടുക്കുക എല്ലാവരും മടിയന്മാരെയും തോന്നുന്നു വീട്ടിലിരുന്ന് സാധനം കിട്ടുന്ന ഒരു കോൺസെപ്റ്റ്. പക്ഷേ അതിന് നമ്മൾ റെഡിയാണ്. നിങ്ങൾ ഡോർ സ്റ്റെപ്പിൽ സാധനം എത്തും. അപ്പൊ എന്താ നമുക്ക് എല്ലാം എന്താ പറയാ ഭയങ്കര സിമ്പിളായി. അതെ. അപ്പൊ ഇനി ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ഇനിയിപ്പോ ഇവരുടെ കോഴിക്കോടുള്ള ഒരു ഷോപ്പും കൂടി എനിക്ക് എടുക്കണം എന്നുണ്ട്. എപ്പോഴെങ്കിലും പോകുമ്പോൾ ഹോൾസെയിലും ഉണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഞാൻ ഈ വഴിക്ക് പോവാണ്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.